ബ്രിജീത്ത പുണ്യവതിയും അമ്മ ത്രേസ്യ പുണ്യവതിയും പ്രചരിപ്പിച്ച ജപമാല ലൂർദ് മാതാവിന്റെ കയ്യിൽ. കർമ്മല മാതാവേ. ബ്രിജിറ്റൈൻ ജപമാല അല്ലെങ്കിൽ കർമ്മലീത്ത ജപമാല എന്നാണ് 63 മണികളുള്ള ഈ ജപമാല അറിയപ്പെടുന്നത്. സ്വീഡനിലെ വിശുദ്ധ ബ്രിജീത്ത തുടങ്ങിവെച്ച ഒരു ഭക്താഭ്യാസമാണ് 63 മണി ജപമാല. പ്രാർത്ഥിക്കുന്ന രീതിയും കൊന്തയുടെ രൂപവും സാധാരണ ജപമാല പോലെ തന്നെയാണ്. പക്ഷേ സന്തോഷം, ദുഃഖം, മഹിമ എന്നീ രഹസ്യങ്ങൾക്ക് 5 പകരം 6 രഹസ്യങ്ങളാണ് ഈ കൊന്തയിൽ പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവിന്റെ 7 മുത്തുകളും നന്മ നിറഞ്ഞ മറിയത്തിന്റെ 63 മുത്തുകളുമാണ് ഈ കൊന്തയ്ക്കുള്ളത്. 63 എന്ന സംഖ്യ പരിശുദ്ധ അമ്മ ഈ ലോകത്തിൽ സ്വർഗാരോപണത്തിന് മുൻപ് ജീവിച്ച 63 വർഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വിശുദ്ധ ബ്രിജീത്ത പറയുന്നു. വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ എമറച്ചിന് ലഭിച്ച ദർശനങ്ങളിലും പരിശുദ്ധ അമ്മ 63-ാമത്തെ വയസ്സിലാണ് സ്വർഗാരോപണം ചെയ്തതെന്ന് പറയുന്നു. വർഷങ്ങൾക്ക് ശേഷം ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ ഈ ജപമാല കർമ്മലീത്ത സഭയ്ക്ക് പരിചയപ്പെടുത്തി. കർമ്മലീത്ത സഭയുടെ നവീകരണത്തിനു വേണ്ടി സ്പെയിനിലുടനീളം യാത്ര ചെയ്യവേ ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും വിശുദ്ധ ബ്രിജീത്ത സ്ഥാപിച്ച ബ്രിജിറ്റൈൻ മഠത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യ വിശ്രമിക്കുകയും അവിടെ വെച്ച് ബ്രിജിറ്റൈൻ കന്യാസ്ത്രീകളിൽ നിന്ന് ഈ ജപമാല പഠിക്കുകയും ചെയ്തു. പിന്നീട് വിശുദ്ധ അമ്മ ത്രേസ്യ നവീകരിച്ച നിഷ്പാദിക കർമ്മലീത്ത സഭ തങ്ങളുടെ സഭാവസ്ത്രത്തിലെ ബെൽറ്റിൽ ഈ ജപമാല ധരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കർമ്മലീത്ത ജപമാല എന്ന പേര് ഈ ജപമാലയ്ക്ക് കൈവന്നത്. 1858 ഫെബ്രുവരി 11 ലൂർദിൽ പരിശുദ്ധ അമ്മ വിശുദ്ധ ബർണദീത്തായ്ക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബർണദീത്ത തന്റെ കയ്യിലുള്ള 53 മണി ജപമാല എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. പരിശുദ്ധ അമ്മയുടെ കയ്യിൽ 63 മണികളുള്ള ജപമാലയായിരുന്നു. പിന്നീട് പല ദർശനവേളകളിലും പരിശുദ്ധ അമ്മ 63 മണി ജപമാലയുമായാണ് പ്രത്യക്ഷപ്പെട്ടത്. ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് പണിയപ്പെട്ട ബസിലിക്കയുടെ ചത്തുരത്തിൽ ബർണദീത്ത കണ്ടതുപോലെ 63 മണികളുള്ള ജപമാലയുമായി നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് കാനോനികമായ കിരീടധാരണം നടത്തിയത്. അതായത് ലൂർദിൽ താൻ അമലോദ്ഭവയാണെന്ന് മാത്രമല്ല പരിശുദ്ധ അമ്മ സ്ഥിരീകരിച്ചത്, ഒരു കണക്കിന് പരിശുദ്ധ അമ്മയുടെ പ്രായം കൂടി അമ്മ സ്ഥിരീകരിക്കുകയും കർമ്മലീത്ത സഭയോടും ബ്രിജിറ്റൈൻ സഭയോടുമുള്ള തന്റെ വാത്സല്യം വെളിപ്പെടുത്തുകയും ചെയ്തു. കർമ്മലീത്ത അഥവാ ബ്രിജിറ്റൈൻ ജപമാലയ്ക്ക് സന്തോഷം, ദുഃഖം, മഹിമ എന്നീ രഹസ്യങ്ങൾ മാത്രമാണുള്ളത്. സന്തോഷത്തിന്റെ രഹസ്യങ്ങളിൽ 1-ാമത്തെ രഹസ്യമായി പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ജനനം ധ്യാനിക്കുന്നു. അതിനുശേഷം സാധാരണ ജപമാല രഹസ്യങ്ങൾ. എന്നാൽ ദുഃഖത്തിന്റെയും മഹിമയുടെയും രഹസ്യങ്ങളിൽ 1-ാമതല്ല 6-ാമതായാണ് ഈ ജപമാലയുടെ രഹസ്യങ്ങൾ വരുന്നത്. ദുഃഖത്തിന്റെ രഹസ്യങ്ങളിൽ 6-ാം രഹസ്യമായി ഈശോയുടെ മൃതദേഹം പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടക്കുന്നതും, മഹിമയുടെ രഹസ്യങ്ങളിൽ ബ്രിജിറ്റൈൻ സഭക്കാർ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെയും കർമ്മലീത്താക്കാർ കർമ്മല സഭയുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയത്തെയും ധ്യാനിക്കുന്നു. നമുക്കും ലൂർദ് മാതാവിന്റെ ആഹ്വാനം സ്വീകരിച്ച് ജപമാല ചൊല്ലി ആത്മാക്കളെ രക്ഷിക്കാം. അമ്മയുടെ മാതൃമൊഴി നമ്മുടെ കാതുകളിലും പതിക്കട്ടെ. മക്കളെ, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം. വിശ്വാസത്തിൻ പരിചയടിഞ്ഞൊരു സൈന്യാധിപനിയേ, നീതി മിന്നും